നമസ്കാരം. ഒരു 40 വയസ്സിന് ശേഷം നമുക്ക് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അധിക പേരിലും കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇത് കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള ഒരു തരം കടച്ചിലോ അല്ലെങ്കിൽ ഒരു മരവിപ്പോ പ്രശ്നങ്ങളോ ഒക്കെ തന്നെ നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരാം. ഒരു ഭാഗത്ത് ഇരുന്ന് എണീക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മുട്ട് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ, കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് എണീക്കുമ്പോഴുള്ള തലകറക്കം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തിരിയുമ്പോൾ നെഞ്ചിനകത്തൊരു വേദനയോ ഒരു വലിച്ചിൽ പോലെയൊക്കെ തന്നെ തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കാറുണ്ട്. എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പല രീതിയിലാണ് ഉപയോഗപ്പെടുന്നത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയണ്ടേ? വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഒരുപാടേറെ അറിവുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. ഞാൻ ഡോക്ടർ സജിത ദേജിൻ. ഇതിൽ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഔഷധ കൂട്ടാണ് കുറുന്തോട്ടി എന്നുള്ളത്. കുറുന്തോട്ടി തന്നെ എങ്ങനെ പാൽക്കഷായം വെച്ച് കഴിക്കാം എന്നുള്ളതൊക്കെ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്നും മാറി ഈ കുറുന്തോട്ടിയുടെ ഗുണം ഏറ്റവും അധികം നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ആയുർവേദ ഔഷധമാണ് ക്ഷീരബല 101 ആവർത്തി എന്നുള്ളത്. ക്ഷീരബല 7, 21, 41, 101 ഇങ്ങനെയുള്ള ആവർത്തികളൊക്കെ തന്നെയുണ്ട്. ഇതിൽ ഈ കുറുന്തോട്ടിയുടെ ഗുണം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ക്ഷീരബല 101 ആവർത്തിയിലാണ്. ഇത് തന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതും വ്യത്യസ്തമാണ്. കാരണം 101 ദിവസത്തെ പ്രക്രിയയ്ക്ക് ശേഷം തയ്യാറാക്കി എടുക്കുന്നതാണ്. കുറുന്തോട്ടി കഷായം കൽക്കവും പാലും എണ്ണയും കാച്ചിയെടുത്ത് അടുത്ത ദിവസം പിഴിഞ്ഞ് അരിച്ച് പിന്നെയും കഷായം ഈ കൽക്കവും അതുപോലെ പാലും കൂടെ പുതുതായിട്ട് ചേർത്ത് പാകം ചെയ്ത് ഇങ്ങനെ 101 തവണ കുറുന്തോട്ടിയുടെ ഔഷധ ഗുണം കൂടുന്ന രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നത് ഒന്നാണിത്. വാതരോഗം, പേശീരോഗം, ലൈംഗിക രോഗം, കാൽമുട്ട് വേദന, ആർത്തവ വിരാമം, വാതരോഗ ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വായ്പുണ്ണ് അല്ലെങ്കിൽ മോണരോഗങ്ങൾ, മോണയിൽ നിന്നൊക്കെ രക്തം വരിക, അങ്ങനെയുള്ള കേസിലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ക്ഷീരബലയെ അല്പം ആ ഭാഗങ്ങളിൽ പുരട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇത്തരം വേദനകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ, ചിലർക്ക് കഴുത്തിന് സെർവിക്കൽ സ്പോണ്ടൈലോസിസോ അല്ലെങ്കിൽ LB ലോ ബാക്ക് ഏക്ക് പ്രശ്നങ്ങൾ, നടുവേദന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മാറാതിരിക്കുന്നുണ്ട്. ഇനി കയ്യിലേക്ക് അല്ലെങ്കിൽ കാലിലേക്ക് സയാട്ടിക് നെർവിൽ വരുന്ന അത് ന്യൂറാൾജിയ സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ നെർവ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കും തരിപ്പും മരവിപ്പൊക്കെ മാറ്റാനായിട്ട് നമുക്കിതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് തന്നെ നസ്യം ചെയ്യാനായാലും പുറമേക്ക് അപ്ലൈ ചെയ്യാനും ഉള്ളിലേക്ക് കഴിക്കാനും കൂടെ എടുക്കുന്ന ഒന്നാണ് ഈ ആവർത്തിച്ചെടുക്കുന്നത്. സാധാരണ നമ്മുടെ ക്ഷീരബല തൈലമാണെങ്കിൽ അഭ്യംഗം ചെയ്യാൻ, ഇത്തരം വേദനയൊക്കെയുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണയായിട്ട് നമുക്കുണ്ടാകുന്ന ഇത്തരം നീർക്കെട്ട് ബുദ്ധിമുട്ടുകളോ തരിപ്പോ അല്ലെങ്കിൽ മുട്ടിൻ്റെ തേയ്മാനം ഒക്കെ ആണെങ്കിലും ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് സാധാരണ നമ്മുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു കഷായം, മെഡിസിൻ എന്തെങ്കിലും ഉണ്ടാവും. അതിന് കൂടെ ഇത്തരം ക്ഷീരബല ചേർത്തിട്ട് കഴിക്കാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില കേസിൽ നമ്മളത് ചെറുപയർ പോലെ അങ്ങനെയൊക്കെ 3 സ്പൂൺ വീതമൊക്കെ തന്നെ പുഴുങ്ങിയിട്ട് ഈ 3 തുള്ളി ഒഴിച്ചിട്ട് അത് ദിവസേന കഴിക്കാൻ, അങ്ങനെ പല രീതിയിൽ ഇത് തന്നെ അത് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച്, ഡോക്ടറിൻ്റെ യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ രോഗിയുടെ രോഗാവസ്ഥയ്ക്കനുസരിച്ചൊക്കെ മാറ്റം വരും. ഇതിൻ്റെ ആവർത്തികൾ വ്യത്യാസം വരും. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ലൈംഗിക ആരോഗ്യം കുറഞ്ഞു വരുന്നൊരവസ്ഥയോ അല്ലെങ്കിൽ പുരുഷന്മാരിൽ ലൈംഗിക അവയവങ്ങളുടെ ശേഷി കുറഞ്ഞു വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. നമുക്ക് പ്രായാധിക്യം വരുന്നതിനനുസരിച്ച് വരുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. അതുകൊണ്ട് ഇത്തരം നെർവുകളെയൊക്കെ ഒന്ന് കൂടെ ബലപ്പെടുത്താനായിട്ടുമൊക്കെ സഹായിക്കുന്നത് ഇത്തരം ക്ഷീരബല പുരുഷന്മാർക്കാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു 10 15 തുള്ളി ക്ഷീരബല ഒഴിച്ചതിന് ശേഷം അത് കിടക്കുന്നതിന് മുൻപ് കുടിക്കാനായിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റുള്ള വാദസംബന്ധമായ രോഗങ്ങളാണെങ്കിൽ കുറുന്തോട്ടി പാൽക്കഷായമൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 3 മുതൽ 6 തുള്ളി ഈ ഒരു ക്ഷീരബല ആവർത്തിയും കൂടെ ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം. ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴിക്കാനായാലും
ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കഷായത്തിന് കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ കാരണമോ ടെൻഷൻ കാരണമോ ഒക്കെ തന്നെ കണ്ണിനൊക്കെ വളരെ ക്ഷീണം അനുഭവപ്പെടുകയും തലയ്ക്കകത്തൊക്കെ ഒരു പെരുപ്പും വേദനയൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റായാലും അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയുടെ ഭാഗത്തും ഒക്കെ തന്നെ വളരെ ചെറിയ രീതിയിൽ ഒരു 2-3 ഡ്രോപ്സ് ഓയിൽ ഇളം ചൂടോട് കൂടിയിട്ട്, ഇനി ഇത് നേരിട്ട് ചൂടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം തിളച്ച വെള്ളത്തിൽ ഈ ഒരു ബോട്ടിൽ ഇറക്കി വെച്ചാൽ മതി. ഇനി ഉറക്കക്കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്ഷീരബല 21 ആവർത്തി തന്നെ ചെറുതായിട്ടൊന്ന് വിരലിലിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ നെറുകിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ, അല്ലെങ്കിൽ 101 ആവർത്തിയാണ് എടുത്തിട്ട് അത് നമ്മുടെ കൈവെള്ളയിലും കാൽവെള്ളയിലും ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കുന്നതോടെയാണ്. ഇനി സെർവിക്കൽ കേസോ ലംബാർ അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, സയാറ്റിക്ക, ബാക്ക് പെയിന്, ന്യൂറാൾജിയ, നെർവ് ഡീജനറേഷൻ, തേയ്മാനം, സന്ധിഗതവാദം, ശരീരത്തിലുള്ള ചുട്ടുനീറ്റൽ, പ്രമേഹമുള്ള രോഗികളൊക്കെ പറയുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാം. അതുപോലെ നിപ്പിളിന് പാലൂട്ടുന്ന അമ്മമാരാണെങ്കിൽ ക്രാക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവിടെ ഒരു നീരും തടിപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറാൻ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ടാൽ മതി. ഇങ്ങനെയും ചെയ്യാം. ഇനി അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ വജൈനൽ ഇൻഫെക്ഷനും ബുദ്ധിമുട്ടുകളൊക്കെ വന്നവരുണ്ടെങ്കിൽ ഇത്തരം നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ചെറിയൊരു കോട്ടൻ്റെ തുണിയിൽ ഇതാക്കിയതിന് ശേഷം അത്തരം ഭാഗങ്ങളിൽ വെച്ച് കൊടുത്താൽ ആ അസഹ്യമായിട്ടുള്ള വേദനയോ ബുദ്ധിമുട്ടുകളോ നീറ്റലോ ഒക്കെ തന്നെ മാറ്റാനും ഈ ഒരു ഇൻഫെക്ഷനെ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഇതിന് നമ്മൾ ആയുർവേദത്തിൽ പിച്ചു എന്ന് പറയും. ഇതുപോലെ വൈറ്റമിൻ B1, B6, B12 ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് എപ്പോഴും തന്നെ നമ്മുടെ നാഡീ ഞരമ്പുകളെയൊക്കെ തന്നെ ശക്തിപ്പെടുത്താനും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ആഹാരത്തിലൂടെ സാധിക്കും. അപ്പോൾ അതിനുള്ള നിങ്ങൾക്ക് ഒരു 8 ദിവസത്തോളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഓരോ ദിവസം എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നൊക്കെ ഉള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ക്ഷീരബല 101 ക്യാപ്സ്യൂളും നമ്മൾ വർഷങ്ങളായിട്ട് നാഡികളുടെ ആരോഗ്യത്തിനും സന്ധിവേദനയ്ക്കും ഒക്കെ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന നമ്മുടെ ശരിയല്ലാത്ത പോസുകൾ, അമിതമായിട്ടുള്ള ഒരു സമ്മർദ്ദം നാഡികൾക്ക് ഉണ്ടാവുന്നത്, ഇതൊക്കെ തന്നെ പലവിധ പ്രതികൂല പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ നാഡീ ഞരമ്പുകൾക്കൊക്കെ തന്നെ. അതുകൊണ്ട് ക്ഷീരബല 101 ക്യാപ്സ്യൂള് അതിൽ ബല, ക്ഷീര, എള്ളെണ്ണ ഞാൻ പറഞ്ഞല്ലോ ആ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷെ അത് ക്യാപ്സ്യൂൾ ഫോമാണ് എന്നുള്ളതേ ഉള്ളൂ. നാഡീ വൈകല്യങ്ങൾ അകറ്റാൻ, പക്ഷാഘാതം, ന്യൂറാൾജിയ, സയാറ്റിക് ഇത്തരം കേസിലോ അല്ലെങ്കിൽ സന്ധിവേദനയോ പേശിവേദനയോ ഒക്കെ ഉണ്ടല്ലോ, ആർത്രൈറ്റിസ്, സ്പോണ്ടൈലൈറ്റിസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലും പിന്നെ ഉറക്കം പ്രശ്നങ്ങൾ മാറ്റാൻ, സമ്മർദ്ദം, ഉത്കണ്ഠ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റാനും പേശീൻ്റെ ശക്തിയൊക്കെ വീണ്ടെടുക്കാനും പിന്നെ നല്ല രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ മരവിപ്പൊക്കെ കുറച്ചിട്ട് ആ ഒരു ഇക്കിളി ഇടുന്നത് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ കൈകാലുകളിൽ ഉണ്ടാവാറുണ്ട്. അതൊക്കെ മാറ്റാൻ നല്ലതാണ്. ശരീരത്തെ പോഷിപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കുന്ന പഞ്ചകർമ്മ ചികിത്സയിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വേദന സംഹാരിയാണ് എന്ന് വേണം പറയാൻ. ശരീരത്തിലെ വീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ പേശിയുടെ ആരോഗ്യം ബലപ്പെടുത്താനും ഒക്കെ തന്നെ നമുക്കിതിന് ഉപയോഗിക്കാം. വാദസംബന്ധമായിട്ടുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ ക്ഷീരബല 101 ആവർത്തി എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.